ഹലോ ഫ്രണ്ട്സ്, CA ഫൗണ്ടേഷൻ അക്കൗണ്ട്സ് പഠിക്കുന്ന പലരെയും കൺഫ്യൂഷനാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേംസ് ആണ് ഇൻപുട്ട് GST ആൻഡ് ഔട്ട്പുട്ട് GST. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ ഈ കൺഫ്യൂഷൻ നമ്മൾ പൂർണ്ണമായും മാറ്റാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഇൻപുട്ട് GST എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു ബിസിനസ് നടത്തുന്ന ആളാണെന്ന് വിചാരിക്കുക. നമ്മുടെ കടയിലേക്ക് വിൽക്കാനുള്ള സാധനങ്ങളോ റോ മെറ്റീരിയൽസോ വാങ്ങുമ്പോൾ നമ്മൾ സപ്ലയർക്ക് ഒരു നികുതി കൊടുക്കും. ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് കൊടുക്കുന്ന GSTയെയാണ് ഇൻപുട്ട് GST എന്ന് പറയുന്നത്. ഇത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു അസറ്റാണ്. കാരണം ഇത് പിന്നീട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ്. ഗവൺമെൻറ്റിൽ നിന്ന് നമുക്കിത് തിരിച്ചു പിടിക്കാം. ഇനി നേരെ തിരിച്ച് ഔട്ട്പുട്ട് GST എന്താണെന്ന് നോക്കാം. നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു കസ്റ്റമർക്ക് വിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾ വിലയോടൊപ്പം ഒരു നികുതി കൂടി ഈടാക്കും. ഇതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് GST എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാ? കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇൻപുട്ട് GST പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് അത് നമുക്ക് അസറ്റാണ്. അപ്പോൾ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതേപോലെ ഔട്ട്പുട്ട് GST സെയിൽ ചെയ്യുമ്പോൾ വാങ്ങുന്നതാണ്. അത് നമുക്കൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൺസെപ്റ്റ് ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യൂ. അതേപോലെ GSTയുടെ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് പാസ്സാക്കേണ്ടത് എന്ന് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക.